ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ഇറാനിലെ യൂണിവേഴ്സിറ്റികളെയും അതുപോലെ തന്നെ ഇറാന്റെ ഊർജ സംവിധാനങ്ങളെയും ആക്രമിച്ചതിൻ്റെ ഫലമായി ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വളരെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. അങ്ങനെ ഇസ്രയേലിലെ പല തന്ത്രപ്രധാനമായ മേഖലകളിലും ഇറാൻ ആക്രമണം നടത്തി എന്ന വാർത്ത ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ളയും ഇറാനും ഒരുമിച്ചുകൊണ്ട് ഇസ്രയേലിലെ ഹൈഫയിലേക്ക് ആക്രമണം അയച്ചുവിട്ടത് കൊണ്ട് തന്നെ ഹൈഫയിൽ എണ്ണ ടാങ്കിന് തീപിടിക്കുകയും ഒരാൾ മരണപ്പെട്ടു എന്നും ഔദ്യോഗികമായി തന്നെ ഇസ്രയേൽ വാർത്ത പുറത്തുവിടുകയാണ്. നിരവധി ആളുകൾ ഹൈഫയിൽ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവരെ രക്ഷപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇതിന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ ഞാനിത് സംസാരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഹൈഫ നിന്നു കത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇന്റർനാഷണൽ മീഡിയകളിലൊക്കെയും സോഷ്യൽ മീഡിയകളിലൊക്കെയും ഈ ഹൈഫയിലുണ്ടായ തീപിടുത്തം വളരെ കൃത്യവും വ്യക്തവുമായി റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ പ്രചരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇസ്രയേലിൻ്റെ ഓയിൽ റിഫൈനറിയാണ് ഈ ഹൈഫയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഹൈഫ എന്ന് പറയുന്നത്. ഹൈഫ നിന്ന് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രയേലിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അതുപോലെ തന്നെ ഈ ഓയിൽ റിഫൈനറികൾ കത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് പൂർവാധികം സ്ഥിതിയിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെ വളരെ പ്രയാസകരമായ വളരെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. അതിനു പുറമെ ഇസ്രയേലിൻ്റെ ഊർജ സംവിധാനങ്ങൾക്കാണ് ഈ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഇതാദ്യത്തെ പ്രാവശ്യമല്ല ഇറാൻ ഹൈഫയെ ആക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് നിരവധി തവണ ഹെക്ടർ കണക്കിന് ഭൂമിയിൽ കിടക്കുന്ന ഈ ഹൈഫ നഗരത്തെ, ഈ ഹൈഫയിലെ ഓയിൽ റിഫൈനറിയെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഇസ്രയേലിനെ വളരെ കൃത്യമായി സാമ്പത്തികപരമായും അവരുടെ ഊർജ ഉപയോഗത്തിനും മേലുള്ള ഈ ആക്രമണം ഇസ്രയേലിനെ പൊറുതിമുട്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഹൈഫ മേഖലയിലുള്ള ആളുകൾ, സാധാരണക്കാരായ താമസക്കാർ ഇപ്പോൾ പറയുന്നത് ഇവിടെ നിന്ന് ഈ ഓയിൽ റിഫൈനറി അടച്ചുപൂട്ടുകയും ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഇതിനെ മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ്. കാരണം നിരന്തരമായി ഇറാനുമായും പ്രദേശത്തെ ഹിസ്ബുള്ളയുമായും ഒക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഇസ്രയേലിന് ഇത്തരത്തിൽ ഹൈഫയിലേക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയാസകരമാകുന്നു. കാരണം ഇവിടെ നിന്ന് പല അപകടകരമായ ചില ചോർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പല രോഗങ്ങൾക്കും, ഈ സാധാരണക്കാർക്ക് പല രോഗങ്ങൾക്കും കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഈ റിഫൈനറി ഇവിടുന്ന് മാറ്റണം എന്നാണ് അവിടുത്തെ സാധാരണക്കാർ പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഓയിൽ ടാങ്കിന് മുകളിൽ ആക്രമണം നടന്നു. ഹൈഫയിൽ ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്നു. അങ്ങനെ ഈ ഒരു ഓയിൽ ടാങ്കിന് മുകളിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് വളരെ കറുത്ത കട്ടിയാർന്ന പുക ഇങ്ങനെ പൊന്തി വരുന്നത് ആ പ്രദേശത്തുള്ള ജനങ്ങളെ വളരെ നിരാശാജനകമാക്കുന്നു, അവരെ ഭയത്തിലാക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഇസ്രയേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായ ഒരു നഗരമായ ഹൈഫ ഇക്കഴിഞ്ഞ ദിവസം നിന്ന് കത്തി എന്ന് തന്നെയാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾ തകരുകയും ഓയിൽ റിഫൈനറികൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഇസ്രയേലിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നിരവധി ഇസ്രയേലി സേനകൾക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ലെബനാനിൽ പരിക്കുപറ്റി എന്നുള്ളതാണ്. ഒരു ഹിസ്ബുള്ള തെക്കൻ ലെബനാനിൽ ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലി സൈനികരെ ആക്രമിക്കുകയും ഔദ്യോഗികമായി തന്നെ ഒരു സൈനികൻ മരിക്കുകയും നിരവധി സൈനികർക്ക് പരിക്കുപറ്റിയെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം അവർ മരണസംഖ്യ കുറച്ച് കാണിക്കുകയും അവരുടെ പരിക്കിനെ കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇസ്രയേലി സൈനികർക്കിടയിലും മറ്റും ഇസ്രയേലി ഭരണകൂടങ്ങൾക്കിടയിലുമുള്ളത്. അത്തരത്തിൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് നിരവധി മരണങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഒരാക്രമണം നടന്നു എന്നുള്ളത് വിവിധ അന്താരാഷ്ട്ര മീഡിയകൾക്ക് അത് ലഭിക്കുന്നത് കൊണ്ടും ഹിസ്ബുള്ള അത് പുറത്തുവിടുന്നത് കൊണ്ടുമൊക്കെ അതിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുകയാണ് പലപ്പോഴും IDF-ഉം ഇസ്രയേലി ഭരണകൂടവും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ആന്റി
ടാങ്ക് മിസൈലുകൾ കൊണ്ട് IDFന് പൊറുതിമുട്ടിയിരിക്കുന്നു. ലബനാനിലേക്ക് കയറി ചെന്ന അന്നു മുതൽ നിരവധി ആക്രമണങ്ങൾ നേരിടുകയും നിരവധി ഇസ്രയേലി സൈനികർ മരണപ്പെടുകയും ചെയ്തു. അതിൻ്റെ അവസാനത്തെ വാർത്തയാണ് ഇന്നലെ വരുന്നത്. തെക്കൻ ലബനാനിൽ ഇത്തരത്തിൽ ടാങ്ക് ആക്രമിച്ചുകൊണ്ട് ഹിസ്ബുള്ള നിരവധി ഇസ്രയേലി സൈനികരെ പരിക്ക് പറ്റിക്കുകയും നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവരുടെ ഔദ്യോഗികതയിൽ ഒരാൾ മാത്രമാണ് മരിച്ചത് എങ്കിലും. അപ്പം ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ദിവസവും നൂറുകണക്കിന് റോക്കറ്റ് ആക്രമണങ്ങളാണ് ഇസ്രയേലിലേക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെ ലബനാനിൻ്റെ ഈ ബോർഡർ പ്രദേശത്തേക്ക് കയറി വരുന്ന ഇസ്രയേലി സൈനികർക്ക് നേരെയും വിവിധ റോക്കറ്റ് ആക്രമണങ്ങൾ ദിവസേനയും ഉണ്ടാവുന്നു എന്നുള്ളത് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ ആക്രമണത്തിൽ കുവൈത്തിലെ വൈദ്യുതി അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്ലാന്റും ആക്രമിക്കപ്പെട്ടു. അതിൽ ഒരു ഇന്ത്യൻ വംശജൻ മരണപ്പെടുകയും ചെയ്തു എന്ന് കുവൈത്ത് അറിയിക്കുകയും ഗൾഫിലുടനീളം ഇത്തരത്തിൽ ശുദ്ധജല പദ്ധതിക്കും വൈദ്യുതി പദ്ധതികൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്ന ഒരു ഭീതി പരക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇറാനിൽ നടത്തുന്ന ഈ ആക്രമണത്തിന് അമേരിക്കയിലെ ഭൂരിപക്ഷം ജൂതന്മാരും എതിരാണ് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ഹോർമുസ് ഉടനടി തുറക്കുകയും യുദ്ധത്തിന് പരിഹാരം കാണുകയും ചെയ്തില്ലെങ്കിൽ, പൂർണ്ണമായും ചർച്ചയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ വളരെ ശക്തവും കൃത്യവുമായ ആക്രമണം ഇറാനിൽ അയച്ചുവിടുമെന്നും എല്ലാ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെയും ആക്രമിക്കുമെന്നും ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തി. മുമ്പ് ഇത്തരത്തിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനിടയ്ക്ക് ഒരു വലിയ അവകാശവാദവുമായി ട്രംപ് രംഗപ്രവേശനം നടത്തുകയാണ്. കാരണം ദിവസങ്ങളായി ഞങ്ങൾ ഇറാനുമായി ചർച്ച നടത്തുകയാണ്, ചർച്ചയ്ക്ക് പുരോഗതി ഉണ്ട് എന്നൊക്കെ ഏകപക്ഷീയമായി ട്രംപ് വന്ന് പറയുമ്പോഴും ഞങ്ങളുമായി യാതൊരു ചർച്ചയില്ലെന്നും ഞങ്ങൾ ചർച്ചയ്ക്കില്ലെന്നും യുദ്ധം ഞങ്ങളാണ് അവസാനിപ്പിക്കുകയെന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ വിവിധ തവണകളായി രംഗപ്രവേശനം നടത്തുകയും എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ മുഖേന ഇറാനുമായി അമേരിക്ക ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റായി ട്രംപ് അവകാശപ്പെടുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറുമായി താൻ നേരിട്ട് സംഭാഷണം നടത്തി ചർച്ച നടത്തി എന്ന ഒരു വലിയ അവകാശവാദവുമായിട്ടാണ് ട്രംപ് രംഗപ്രവേശനം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വളരെ വലിയ അവകാശവാദങ്ങളുമായി ഇദ്ദേഹം വന്നിരുന്നു. എന്നെ ഇറാന്റെ പരമോന്നത നേതാവാകാൻ അവർ ക്ഷണിച്ചിരുന്നു എന്ന് വരെ ഈ ട്രംപേട്ടൻ അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭീഷണികളിലും അദ്ദേഹത്തിൻ്റെ ചില അവകാശവാദങ്ങളിലും ഒന്നും ഒരു കയമ്പുമില്ല, ഒരു കാര്യവും പലപ്പോഴും ഉണ്ടാവാറില്ല. അത്തരത്തിലുള്ള ഒരു അവകാശവാദമായിട്ട് മാത്രമേ ഇതിനെയും നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ കാണാൻ കഴിയൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ തന്നെ നീണ്ടുപോകുകയാണെങ്കിൽ കാലക്രമേണ ഹോർമുസ് കടലിടുക്ക് അമേരിക്ക നിയന്ത്രിക്കുമെന്ന് US ട്രഷറി ചീഫും ഇന്നലെ പറയുകയാണ്. പക്ഷേ ഹോർമുസ് തുറക്കുവാനോ ഹോർമുസ് സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകുവാനോ ഇറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയെയും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ എന്തിലധികം ലോകത്തെ തന്നെ വിവിധ രാജ്യങ്ങളെ ഊർജ പ്രതിസന്ധിയിൽ പൊറുതിമുട്ടിക്കുകയും വളരെ വിഷമത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് കടന്നു പോകുന്നത്. ഈ യുദ്ധം എത്തരത്തിൽ നീണ്ടുപോകുമെന്നും ഹോർമുസിന് പുറമെ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണം അയച്ചുവിടുമോ, അങ്ങനെ ചെങ്കടൽ പാതയും അടഞ്ഞു പോകുമോ എന്നുള്ളതുമൊക്കെ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ട സംഭവം തന്നെയാണ്. ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഹൂത്തികൾ കൂടി രംഗപ്രവേശനം നടത്തുകയും വിവിധ തവണകളായി ഇസ്രയേലിലേക്ക് അവർ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ ഒരു സാധ്യത കൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നോക്കിക്കാണാം. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.